ഇടുക്കി ലൈവിലേക്ക് സ്വാഗതം. തോട്ടം തൊഴിലാളികൾക്ക് 120 ദിവസമായി ഗ്യാസ് സിലിണ്ടറുകൾ മാറി നൽകിയില്ലെന്ന് പരാതി. ഉടുമ്പൻചോല പാറത്തോട്ടിലെ കർഷകരും കർഷക തൊഴിലാളികളുമാണ് അടിമാലിയിലെ സെന്റ് ആന്റണീസ് ഗ്യാസ് ഏജൻസിക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. വാർത്ത കാണാം. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് 20ഓളം പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ 2026-27 വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. ഡോൺ ബോസ്കോ സെൻട്രൽ സ്കൂൾ കട്ടപ്പന. അക്ഷരങ്ങൾക്കൊപ്പം ജീവിതത്തിന്റെ പാഠങ്ങൾ പകർന്നു നൽകുന്ന വിദ്യാലയം. പാറത്തോട്ടിലും പരിസര പ്രദേശങ്ങളിലും ഭാരത് ഗ്യാസിന്റെ കണക്ഷനുകളാണ് കൂടുതൽ. അടിമാലിയിലുള്ള ഏജൻസിയാണ് ഗ്യാസ് എത്തിച്ച് നൽകിക്കൊണ്ടിരുന്നത്. എന്നാൽ മാസങ്ങളായി ഇവർ വരാത്തതോടെ തോട്ടം തൊഴിലാളികളടക്കമുള്ളവർ ദുരിതത്തിലായി. ഇതോടുകൂടി ആളുകൾ 4-5 പേർ ചേർന്ന് വാടകയ്ക്ക് വാഹനം വിളിച്ച് അടിമാലിയിൽ പോയി സിലിണ്ടറുകൾ എടുത്തുകൊണ്ട് വരികയാണ് പതിവ്. ഏകദേശം 3000-ലധികം രൂപ ചെലവഴിച്ചായിരുന്നു ഓരോ തവണയും ഇവർ സിലിണ്ടറുകൾ എടുത്തിരുന്നത്. പരാതി ശക്തമായതോടെ ജില്ലാ സപ്ലൈ ഓഫീസർക്കും കളക്ടർക്കും പഞ്ചായത്ത് അംഗമായ ജോമോൻ നിവേദനം നൽകി. ഇതിനെ തുടർന്ന് കളക്ടർ വിളിച്ചു ചേർത്ത യോഗത്തിൽ മേഖലയിലുള്ളവരുടെ കണക്ഷനുകൾ മറ്റൊരു ഏജൻസിയിലേക്ക് മാറ്റി നൽകാമെന്ന് അറിയിച്ചു. ഇതിന് പിന്നാലെ ഇന്നലെ അടിമാലിയിൽ നിന്നും ഏജൻസി ജീവനക്കാർ എത്തി കുറച്ചുപേർക്ക് സിലിണ്ടറുകൾ നൽകി. എന്നാൽ നാട്ടുകാർ വീണ്ടും പ്രതിഷേധവുമായി രംഗത്ത് വരികയായിരുന്നു. അതായത് ഭാരതിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഇവിടെ നടന്നിട്ട് ഏതാണ്ട് 120 ദിവസത്തിനപ്പുറം ആയിട്ടുണ്ട്. പല പ്രാവശ്യം ഇവിടെ നിന്ന് ആളുകൾ തുടർച്ചയായിട്ട് അങ്ങോട്ട് പോകുന്ന സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. അടിമാലി പോയി എടുക്കണം. ഏതാണ്ട് 85% തോട്ടം തൊഴിലാളികൾ അധിവസിക്കുന്ന ഈ മേഖലയിൽ നിന്ന് 4-5 ആളുകൾ ചേർന്നൊരു വണ്ടി വിളിച്ച് അടിമാലിയിൽ ചെല്ലുമ്പോൾ ഏറെക്കുറെ 3000 രൂപ വണ്ടിക്കൂലിയാകുന്ന സ്ഥിതിയുണ്ട്. അവിടെ ചെന്ന് കഴിയുമ്പോൾ മഹാധിക്കാരത്തോടു കൂടിയുള്ള ഇടപെടലായിരുന്നു ബന്ധപ്പെട്ട സെന്റ് ആന്റണീസ് ഗ്യാസ് ഏജൻസിയുടെ ഭാഗത്തുനിന്ന്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഞ്ചായത്ത് മെമ്പർ എന്നുള്ള രീതിയിൽ എൻ്റെ ലെറ്റർപാടെ ഞാൻ ബഹുമാനപ്പെട്ട കളക്ടർക്കും DSOയ്ക്കും പരാതി കൊടുക്കുന്ന സ്ഥിതിയുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ കളക്ടറേറ്റിൽ യോഗം വിളിച്ചിരുന്നു. ആ യോഗത്തിൽ പൊതുവിൽ തീരുമാനമെടുത്തത് ഈ സെന്റ് ആന്റണീസ് അടിമാലിക്ക് കണക്ഷൻ കൂടുതലാണെന്നും അവർക്ക് കൊടുക്കാൻ കഴിയാത്തതിനപ്പുറം കണക്ഷനുകളാണ് അവർക്കുള്ളത്. ഒരുപാട് കണക്ഷനുണ്ട്. അതുകൊണ്ട് ആ കണക്ഷനുകൾ മുഴുവൻ ഉടുമ്പൻചോല ഗ്രാമപഞ്ചായത്തിലെ കണക്ഷനുകൾ മുഴുവൻ നെടുങ്കണ്ടം കളരിക്കൽ ഗ്യാസ് ഏജൻസിയിലേക്ക് മാറ്റിത്തരാമെന്നാണ് പറഞ്ഞിരുന്നത്. എന്നിട്ട് ഇത് 20-ാം തീയതി തീരുമാനിച്ച അതിനുശേഷവും ഇതിന് തുടർ നടപടി ആകാത്തതിനാൽ ബഹുമാനപ്പെട്ട നെടുങ്കണ്ടം TSOയുമായി ബന്ധപ്പെടുകയും സാറ് തുടർച്ചയായി ബന്ധപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിവിടെ സ്പോട്ട് ബുക്കിങ്ങും ഗ്യാസ് വിതരണവും വന്നിട്ടുള്ളത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ 100 കണക്കിന് ആളുകൾക്ക് ആയിരക്കണക്കിന് രൂപയുടെ നഷ്ടം ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പണി മെനക്കെട്ട് 4-5 തൊഴിലാളികൾ ഓരോ ദിവസവും വണ്ടി വിളിച്ചു പോകുന്ന പൊതുസ്ഥിതിയാണ് പൊതുവിൽ ഉണ്ടായിട്ടുള്ളത്. ഇത് ഇപ്പോ ഞങ്ങൾക്ക് ആ കളക്ടറേറ്റ് വെച്ച് ധാരണ അനുസരിച്ച് അടിമാലി കണക്ഷനുകൾ ഉടുമ്പൻചോല പഞ്ചായത്തിലെ മുഴുവൻ കണക്ഷനുകളും നമുക്ക് ഈ കട്ടപ്പന കളരിക്കൽ ഏജൻസിയിലേക്ക് തരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് സംബന്ധിച്ചൊരു തീരുമാനമായിട്ടില്ല. ഇന്ന് എന്തായാലും വന്നിട്ടുണ്ട്. ഏതാണ്ട് 125 ദിവസത്തിന് ശേഷമാണ് വന്നിട്ടുള്ളത്. ഇത് മുന്നോട്ട് പോയാൽ അതിശക്തമായ പ്രക്ഷോഭം ഉയർന്നു വരുന്ന സ്ഥിതി ഉണ്ടാവും. അന്ന് ആ കളക്ടറേറ്റിലെ യോഗത്തിലാണേലും ഈ ജില്ലയിലെ ഏറ്റവും മോശമായ ആളുകളോട് ഇടപെടുകയും അതുപോലെ തന്നെ ഒരു ഗുണ്ടായിസ് രീതിയിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇടപെടുന്ന ഒരു ഗ്യാസ് ഏജൻസിയായി സെന്റ് ആന്റണീസ് മാറിയിട്ടുണ്ടെന്നാണ് ഞങ്ങൾക്ക് പൊതുവിൽ ഇവിടുന്ന് പോകുന്ന ആളുകളുടെ എല്ലാം പൊതുവികാരം അതാണ്. പോയിട്ട് വന്നിട്ടുള്ള ആളുകളുടെ പൊതുവികാരം അതാണ്. കളക്ടറേറ്റ് പോയതിന് ശേഷം മാത്രമാണ് ഒന്ന് അടങ്ങിയിട്ടുള്ളത്. ഒരു ധിക്കാരപൂർവമായ സമീപനമാണ് ഇവർ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കളക്ടറേറ്റിലെടുത്ത തീരുമാനം പൂർണ്ണമായും നടപ്പാക്കണം. ഞങ്ങൾക്ക് ഈ സെന്റ് ആന്റണീസ് ഗ്യാസ് ഏജൻസിയുടെ സേവനം ഇവിടെ ആവശ്യമില്ല എന്നുള്ള പൊതു നിലപാടാണ് ഞങ്ങൾക്കുള്ളത്. ആ നിലപാട് ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. അതിനാവശ്യമായ ഇടപെടൽ ബഹുമാനപ്പെട്ട കളക്ടറുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് വളരെ സ്നേഹപൂർവ്വം ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. അടിയന്തരമായി കളക്ടറുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലെടുത്ത തീരുമാനങ്ങൾ നടപ്പിലാക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ഇടുക്കി ലൈവ് ന്യൂസ് നെടുങ്കണ്ടം. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കോടമഞ്ഞും നൂൽമഴയും പെയ്തിറങ്ങുന്ന മലയോരങ്ങളിൽ പുതിയ അക്ഷരപ്പുലരി. ഡോൺ ബോസ്കോ സെൻട്രൽ സ്കൂൾ കട്ടപ്പന. സലേഷ്യൻ വൈദികരുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന CBSE സീനിയർ സെക്കൻഡറി സ്കൂൾ. വിശുദ്ധ ഡോൺ ബോസ്കോയുടെ സ്വപ്നങ്ങൾക്കൊപ്പം മൂല്യബോധമുള്ള യുവതലമുറയെ വാർത്തെടുക്കുന്ന വിദ്യാലയം. പ്രസന്നമായ പഠനാന്തരീക്ഷം, ഹൈബ്രിഡ് ക്ലാസ് റൂമുകൾ, JEE, IIT, NEET എന്നീ പ്രവേശന പരീക്ഷകളുടെ പ്രത്യേക പരിശീലനം, ഹെൽത്ത് കിയോസ്ക്, ഫുട്ബോൾ ടർഫ്, ബാസ്കറ്റ്ബോൾ, ടേബിൾ ടെന്നീസ്, ബാഡ്മിന്റൺ. 20ഓളം പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ 2026-27 വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. ഡോൺ ബോസ്കോ സെൻട്രൽ സ്കൂൾ കട്ടപ്പന. അക്ഷരങ്ങൾക്കൊപ്പം ജീവിതത്തിന്റെ പാഠങ്ങൾ പകർന്നു നൽകുന്ന വിദ്യാലയം.